ബാലചന്ദ്രൻ ചുള്ളിക്കാട് ഉന്നയിച്ച വിവാദത്തിൽ സാഹിത്യ അക്കാദമി ചെയർമാൻ സച്ചിദാനന്ദൻ മാധ്യമങ്ങളെ കാണുകയാണ്. എല്ലാവർക്കും വളരെ സങ്കടമുണ്ട് അത്തരം ഒരു സംഭവം ഉണ്ടായതിൽ. അതുകൊണ്ടാണ് ഉടനെ തന്നെ അത് പരിഹരിക്കാനുള്ള നടപടി. അത് പിന്നെ പൊതുവായൊരു പ്രശ്നമാണ്. ഇപ്പോൾ സാഹിത്യ അക്കാദമിയുടെ പ്രശ്നമല്ല, ഇപ്പോൾ സിനിമാ താരങ്ങൾക്ക് കിട്ടുന്ന പണം കവികൾക്ക് കിട്ടുന്നില്ല മുതലായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. അത് പിന്നെ നമ്മളൊരു സാമൂഹ്യ പ്രശ്നം എന്നുള്ള നിലയ്ക്ക് ഒരു പക്ഷേ അഭിമുഖീകരിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മളെങ്ങനെയാണ് കലാകാരന്മാരെ ട്രീറ്റ് ചെയ്യുന്നത്, എന്തുകൊണ്ട് എഴുത്തുകാർക്ക് കുറവ് പ്രതിഫലം നൽകുന്നു, നടന്മാർക്കോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ മിമിക്രി കലാകാരന്മാരുൾപ്പെടെയുള്ള കലാകാരന്മാർക്കോ കൂടുതൽ പ്രതിഫലം നൽകുന്നു. അത് നമ്മൾ സമൂഹം എങ്ങനെയാണ് എഴുത്തുകാരെ, അതാണ് ബാലൻ്റെയും യഥാർത്ഥ പ്രശ്നം. ഒരു വ്യക്തിപ്രശ്നമായിട്ട് ഞാൻ കാണുന്നില്ല വാസ്തവത്തിൽ. കാരണം ബാലൻ പറയുന്നത് സാഹിത്യത്തോട് പൊതുവേ നമ്മൾ കാണിക്കുന്ന ഒരു അവഗണന അല്ലെങ്കിൽ മറ്റ് പല കലകളെക്കാളും താഴെയാണ് സാഹിത്യം എന്നുള്ള ഒരു തോന്നൽ. നമ്മൾ സാഹിത്യകാരന്മാരെയൊക്കെ ബഹുമാനിക്കുമ്പോഴും ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ അത് ഉണ്ടാവുന്നുണ്ട് എന്നുള്ള ഒരു പൊതു പ്രശ്നം എന്നുള്ള നിലയ്ക്ക് കൂടിയാണ് അത് ഉന്നയിക്കുന്നത്. ആ കാര്യത്തിൽ ഞാൻ പൂർണ്ണമായിട്ടും ബാലൻ്റെ കൂടെയാണ്. അല്ല, ഫേസ്ബുക്കിലല്ല, ബാലിന് എനിക്ക് അയച്ചു തന്നു. ഞാൻ ഫേസ്ബുക്ക് അങ്ങനെ എല്ലാവരും നോക്കാറൊന്നും സമയമില്ല ഈ സമയത്ത്. ബാലിന് എനിക്ക് അയച്ചു തന്നു. ഞാനിങ്ങനെ എഴുതിയിട്ടുണ്ട് പക്ഷേ മാഷ ഉദ്ദേശിച്ചിട്ടല്ല. ഇതൊരു പൊതുവായ പ്രശ്നം എന്നുള്ള നിലയ്ക്കാണ് ഞാൻ അവതരിപ്പിക്കുന്നത്. അതിൻ്റെ ഇതിലിപ്പോഴും കിടപ്പുള്ളൊരു കാര്യമാണത്. അപ്പോൾ ഉടനെ ഞാൻ എഴുതിയത് ഞങ്ങൾ ആരും അറിഞ്ഞിരുന്നില്ല. പിന്നെ ക്ലർക്സിനോട് അന്വേഷിച്ചപ്പോഴാണ് അവർ പഴയ കണക്കുകളനുസരിച്ചുള്ള പണം കൊടുക്കുകയാണ് ചെയ്തത്. അത് പോരായിരുന്നു. അത് ബാലേന്ദ്രൻ നടനായതുകൊണ്ടൊന്നുമല്ല. ബാലേന്ദ്രൻ 2 മണിക്കൂർ വളരെ ദീർഘമായ പ്രസംഗം ചെയ്ത് ഇതിൽ ഏറ്റവും പോപ്പുലറായൊരു പരിപാടിയായിരുന്നു, ഏറ്റവും അധികം ആളുകൾ പങ്കെടുത്തൊരു പരിപാടിയായിരുന്നു. അപ്പോൾ ആ ഒരു പ്രത്യേക പരിഗണന ബാലേന്ദ്രൻ അർഹിക്കുന്നുണ്ടായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ അത് വളരെ ദുഃഖകരമാണ് ആ സംഭവം. അതുകൊണ്ടാണ് അത് ഉടനെ തന്നെ പരിഹരിക്കാനുള്ള നടപടി എടുത്തത്. അപ്പം തന്നെ അറിയിച്ചു. തീർച്ചയായിട്ടും എനിക്കത് ഉടനെ മനസ്സിലാവുകയും ചെയ്തു. കാരണം അത് ഞാൻ അറിയില്ലായിരുന്നു ഈ ഇത്ര ഒരു സാധാരണ ക്ലറിക്കൽ രീതിയിൽ അത് ഹാൻഡിൽ ചെയ്യുന്നുള്ള ഞാൻ സെക്രട്ടറിക്ക് പോലും അറിയില്ലായിരുന്നു. അപ്പോൾ അത് പരിഹരിക്കാനുള്ള ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. സാഹിത്യ അക്കാദമിയുടെ അന്താരാഷ്ട്ര സാഹിത്യോത്സവത്തിൽ വിളിച്ച തന്നെ ചെറിയ തുക നൽകി അപമാനിച്ചു എന്നായിരുന്നു ബാലചന്ദ്രൻ ചുള്ളിക്കാടിന്റെ ആരോപണം. ഈ വിഷയത്തിൽ ഉടൻ തന്നെ ഇടപെട്ടു എന്നാണ് ഇപ്പോൾ സാഹിത്യ അക്കാദമി പ്രസിഡന്റ് കെ സച്ചിദാനന്ദൻ പറഞ്ഞിരിക്കുന്നത്. അർഹിക്കുന്ന പരിഗണന അദ്ദേഹം അർഹതപ്പെടുന്നുണ്ട് എന്നും അദ്ദേഹം പറയുന്നു.